അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേര് 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10-നകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നാളെ രാവിലെ 11:30 നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും. അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരട്ടി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ നിനക്ക് പേപ്പർ എഴുതണ? ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതിനാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം ഇന്ന് ആരുടെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി ആരുടെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ് ഇന്ന്? ആരാണ് അവിടെ? ഇതേ എന്ത് ചെയ്യേണ്ട? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ട് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവരെ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളാണ് നമ്മുടെ അടുത്ത് പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിപ്പിക്കുന്നത്. ഇയാളുടെ പേര് സന്തോഷ് എന്നാണ്. ഇയാളുടെ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് 3 ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാളെ എഴുതിപ്പിക്കുന്നതിൻ്റെ വീഡിയോ. അല്ല, ഈ 8,82,000 പോരാതെ 15 ലക്ഷത്തിൻ്റെ 3 ചെക്കുകൾ. ഞാൻ വേണമെങ്കിൽ ഇയാളുടെ വീഡിയോ റെക്കോർഡ് തരാം. ആ സന്തോഷമാണ്, അയാൾ പോലീസാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ. പിന്നീട്